ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ധരംശാലയിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തകർത്ത് തുടർച്ചയായ രണ്ടാം ഫൈനലിലേക്ക് കുതിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഈ ഒരു വിക്ടറിയെ പറ്റി സംസാരിക്കുമ്പോൾ തകർത്തു എന്നൊരു വാക്ക് ശരിക്കും ഒരു അണ്ടർസ്റ്റേറ്റ്മെന്റ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ആ ഒരു ബാറ്റിംഗ്, ബോളിംഗ്, ഫീൽഡിംഗ് അങ്ങനെ മൂന്ന് ഡിപ്പാർട്ട്മെന്റിലും GTയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് RCBയുടെ കുതിപ്പ്. 92 റൺസിനാണ് RCB ഈ മത്സരം വിജയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മത്സരം നോക്കിക്കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് RCB ഷോ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഫസ്റ്റ് ഇന്നിംഗ്സിൽ RCB പോസ്റ്റ് ചെയ്ത സ്കോർ എന്ന് പറയുന്നത് IPLന്റെ ചരിത്രത്തിൽ ഒരു പ്ലേ ഓഫിൽ ഒരു ടീം കുറിക്കുന്ന ഏറ്റവും വലിയ സ്കോറാണ്. ഇനി ആ ഒരു വിക്ടറി മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ പ്ലേ ഓഫിന്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ റൺസ് വൈസ് രണ്ടാമത്തെ ഹയസ്റ്റ് വിന്നാണ്. പിന്നെന്താണ്, ആ ഒരു തെവാത്തിയുടെ ചെറുത്തുനിൽപ്പ് മാത്രമാണ് GTക്ക് എന്തെങ്കിലും എടുത്തു പറയാനായിട്ടുള്ളത്. അതല്ലാതെ നമുക്കറിയാലോ ഒരു ഓൾ ഫ്രണ്ട്സ് എന്നാണ് RCB ആ ഒരു മുന്നിട്ട് നിന്ന കാഴ്ചയാണ് നമ്മൾ ഈ മത്സരത്തിൽ കണ്ടത്. ആ ടേബിൾ ടോപ്പേഴ്സ് അങ്ങനെ ആ ഒരു ക്വാളിഫയർ 1 ജയിച്ച് ഡയറക്റ്റ് ഫൈനലിലേക്ക് ഒരു പ്ലേസ് സ്വന്തമാക്കിയിരിക്കുന്നു. GTയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ GTക്ക് ഇനി ആ ഒരു SRH-RR എലിമിനേറ്ററിൽ വിജയിച്ചു വരുന്ന ടീമുമായിട്ട് ജയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അഹമ്മദാബാദിൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ RCBയുമായിട്ട് ആ ഒരു കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മത്സരത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. ഇതുമായിട്ട് റിലേറ്റഡ് അല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ കഴിഞ്ഞ IPL തൊട്ട് തന്നെ ക്രിക്കറ്റ് ബേസ് ചെയ്തിട്ട് കോണ്ടൻസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സീസൺ കൂടി ആയപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒരു ഷോർട്ട് വീഡിയോസും പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇനി അത് മാത്രമല്ലാതെ പ്യൂർലി എൻ്റർടൈൻമെൻറ്റ് ഫോക്കസ്ഡ് ആയിട്ട് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ഒരു അടുത്ത സുഹൃത്തും കൂടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ റൊമാൻസ്, അതുപോലെ തന്നെ ഫീൽ ഗുഡ്, ത്രില്ലേഴ്സ്, അങ്ങനെ ഒരു ഫോൾ ടൈപ്പ് ഓഫ് കോണ്ടൻസ് ഞങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഷുഗർ കട്ട് സ്റ്റോറീസ് എന്നാണ് ആ ഒരു പേജിന്റെ പേര്. ഞാൻ ആ പേജിന്റെ ലിങ്ക് തീർച്ചയായിട്ടും ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോണ്ടൻസ്, എന്റർടൈൻമെന്റ് കോണ്ടൻസ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യുക. ഇനി നമുക്ക് ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരാം. മത്സരത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോസ് നേടിയ GT ക്യാപ്റ്റൻ ഗില്ല് ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. ഇപ്പോൾ ടീം കോമ്പിനേഷൻസ് നോക്കി കഴിഞ്ഞാൽ GTയുടെ സൈഡിൽ കുൽവന്ത് കെച്ച്റോളിയ ടീമിലേക്ക് വന്നു. അർഷദ് ഖാന് പകരമാണ് വന്നത്. ഇനി നമ്മൾ RCBയുടെ സൈഡ് നോക്കി കഴിഞ്ഞാൽ വെങ്കടേഷ് അയ്യർ തന്നെയാണ് ഓപ്പൺ ചെയ്ത് ആ ഒരു കഴിഞ്ഞ മത്സരത്തിലെ കോംബോ അവർ അതേപടി നിലനിർത്തി. അങ്ങനെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു അവർക്ക് ഒരു ഫോറിൻ പ്ലെയറിനെ കൂടെ കളിപ്പിക്കാനുള്ള സ്ലോട്ട് ഉണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി ഇന്ന് ബാറ്റ് ചെയ്തപ്പോൾ 3 ഫോറിൻ പ്ലെയേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജേക്കബ് ഡഫിയാണ് ടീമിലേക്ക് വന്നത്. ഡഫി, ഡേവിഡ്, അതുപോലെ തന്നെ ഹേസൽവുഡ്, ഈ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് സെക്കൻഡ് ഇന്നിംഗ്സ് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് അവർ റൊമാരിയോ ഷെപ്പേർഡിനെ ഇറക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് RCB ഇറങ്ങിയത്. പിന്നെ ഇവിടെ ടോസ് വലിയൊരു ഘടകമാകുമോ എന്ന് ചോദിച്ചിരുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ GT ചേസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ടീം തന്നെയാണ്. പക്ഷെ അവരുടെ ഒരു ടെംപ്ലേറ്റ് നോക്കി കഴിഞ്ഞാൽ അവരുടെ ബോളിംഗ് യൂണിറ്റ് ഒരു നല്ല ബോളിംഗ് യൂണിറ്റ് ആണ്. അപ്പോൾ അവരുടെ ബാറ്റേഴ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, അവരുടെ ടോപ്പ് 3 സ്റ്റേസ് തന്നെയാണ് അവരുടെ മെയിൻ സ്റ്റേസ്. അപ്പോൾ അവരൊക്കെ എന്ന് വെച്ചാൽ ഒരു 150-160 ബട്ട്ലറിനെ മാറി നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഗില്ലായാലും സുദർശൻ ആയാലും ഒരു 150-160 സ്ട്രൈക്കറിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ആണ്. അപ്പോൾ അതിന് തക്കതായിട്ടുള്ള ഒരു സ്കോർ മാത്രമേ ഇവർ സാധാരണ കൊടുക്കാറുള്ളൂ. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ നോക്കി കഴിഞ്ഞാൽ ആ ഒരു സ്കോർ അല്ല കൊടുത്തത്. ഇവിടെ രജത് പട്ടിദാറിന്റെ ഒരു ക്യാപ്റ്റൻസ് ഷോ തന്നെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ രജത് പട്ടിദാർ കളം നിറഞ്ഞ് ആടിയപ്പോൾ 254 ബോൾ, ഒരു ഹ്യൂമങ്കസ്, ഒരു മോൺസ്ട്രസ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സ്കോറാണ് RCB പോസ്റ്റ് ചെയ്തത്. അതായത് അവർ സ്ഥിരം വിജയിച്ചു വരുന്ന ടെംപ്ലേറ്റിൽ RCBയെ തളച്ചിടാനായിട്ട് അവർക്ക് ഇന്ന് കഴിഞ്ഞില്ല. അത് തന്നെയാണ് അവരുടെ പരാജയ കാരണവും. ഇപ്പോൾ അല്ലാതെ ടോസ് ജയിച്ചിട്ട് അവർ ബോളിംഗ് എടുത്തത് ഒരു പരാജയ കാരണമായി വിലയിരുത്താൻ കഴിയില്ല. നമ്മൾ ഓൾറെഡി പ്രിവ്യൂവിൽ പറഞ്ഞിരുന്നു, ഇവിടെ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ 210-215 റേഞ്ചിലാണ് ഒരു വിന്നിംഗ് സ്കോർ ആയിട്ട് വരുന്നത്. ആ സ്കോർ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിഫെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ എപ്പോഴും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പവർ പ്ലേ ഗെയിം ആര് വിൻ ചെയ്യുന്നു അവർ ഈ മത്സരം വിൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ പവർ പ്ലേ നോക്കി കഴിഞ്ഞാൽ RCBയുടെ ഒരു എക്സലന്റ് പവർ പ്ലേ ആയിരുന്നു. 1 വിക്കറ്റ് മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. എന്നാൽ അതേസമയം GTയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ GTയുടെ 5 വിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത്. ഒരു സ്കോർ ബോർഡ് പ്രഷറിന് തീർച്ചയായിട്ടും അതിൽ വലിയൊരു പങ്കുണ്ട്. പക്ഷെ RCB ആ ഒരു പവർ പ്ലേയിൽ തന്നെ മത്സരം കില്ല് ചെയ്തിരുന്നു. അപ്പോൾ പവർ പ്ലേയിലെ ആ ഒരു എഫേർട്ട് വളരെ ക്രൂഷ്യലായിട്ട് മാറി. ഇനി നമ്മൾ RCBയുടെ ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വെങ്കടേഷ് അയ്യർ നല്ലൊരു തുടക്കമാണ് കൊടുത്തതെന്ന് പറയാം. ഒരു ഷോർട്ട് കമിയോ റോളാണ് വെങ്കടേഷ് പ്ലേ ചെയ്തത്. പിന്നീട് വന്ന് ദേവദത്ത് പടിക്കലും വിരാട് കോഹ്ലിയും ചേർന്ന് എക്സലന്റ് ആയിട്ടാണ് സ്കോർ മുന്നോട്ട് കൊണ്ടുപോയത്. പവർ പ്ലേയിൽ നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാനായിട്ട് അവർക്കായി. നമ്മൾ ആ ഒരു ഇന്നിംഗ്സ് നോക്കിക്കഴിഞ്ഞാൽ വെങ്കടേഷ് അയ്യർ 19 റൺസാണ് എടുത്തത്. 7 പന്തിൽ 19, അതായത് ഒരു ടെറിഫിക് സ്റ്റാർട്ടാണ്. അപ്പോൾ റബാദെ ഒരു നല്ല ഷോട്ടുകളൊക്കെ കളിച്ചിട്ട് ആ ഒരു ഹാർഡ് ലെങ്ത് ബോൾ വീണ്ടും ഒരു ബൗണ്ടറി കടത്താനുള്ള ശ്രമത്തിനിടയിലാണ് വെങ്കടേഷ് അയ്യർ പുറത്തായത്. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വിരാട് കോഹ്ലിയും നമ്മുടെ ദേവദത്ത് പടിക്കലും ചേർന്നിട്ട് നല്ലൊരു പാർട്ണർഷിപ്പ്. ഇവരെ രണ്ടുപേരെയും പുറത്താക്കിയത് ജേസൺ ഹോൾഡർ ആണ്. അതായത് ഒരു 3 പന്തിന്റെ ഗ്യാപ്പിൽ 2 വിക്കറ്റ് വീഴ്ത്തിയിട്ട് GTയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് നമ്മുടെ ജേസൺ ഹോൾഡറിനായി. അപ്പോൾ കോഹ്ലി 43 റൺസാണ് എടുത്തത്. ഒരു നല്ല ഇന്നിംഗ്സ് ആയിരുന്നു. ദേവദത്ത് പടിക്കൽ 19 പന്തിൽ 30 റൺസാണ് എടുത്തത്. അതിനുശേഷം ആ ഒരു അടുപ്പിച്ച് 2 വിക്കറ്റ് പോയപ്പോഴേക്കും പട്ടിദാറാണ് ഒരു സൈഡിൽ നിന്നത്.
നമ്മുടെ RCB മാനേജ്മെന്റ് അവിടെ കൃണാൽ പാണ്ഡ്യ ഇറക്കി വിട്ടു. അവിടെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. നമ്മളിപ്പം പലപ്പോഴും കണ്ടിട്ടുണ്ട്. കൃണാൽ പാണ്ഡ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊളാപ്സ് ഉണ്ടാവും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ കൃണാൽ പാണ്ഡ്യ വരും. ഇനി ആ ഒരു എന്താണ് നമ്മൾ ഷിപ്പ് ഒന്ന് സ്റ്റഡി ചെയ്യണമെങ്കിൽ കൃണാൽ പാണ്ഡ്യ വരും. ഇപ്പൊ ഇന്നും അത് തന്നെയാണ് സംഭവിച്ചത്. കൃണാൽ വന്നു. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ GTയുടെ വളരെ മോശം ഫീൽഡിംഗ് ആണ്. ഇപ്പൊ ക്യാച്ചിങ് ആയിക്കോട്ടെ, ഔട്ട് ഫീൽഡിംഗ് ആയിക്കോട്ടെ, അതൊക്കെ വളരെ മോശമായിരുന്നു എന്ന് എടുത്തു പറയാതെ വയ്യ. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പടിതാറിന് ഒരു ക്യാച്ച് 20 കളഞ്ഞിട്ട് പടിതാർ എടുത്തത് 93 റൺസാണ്. അതും സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 പന്തിൽ 93. ഒരു ഘട്ടത്തിൽ 14 പന്തിൽ 22 റൺസിൽ നിന്ന പ്ലെയർ ആണ് പിന്നെ ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ, അതായത് തൊട്ടടുത്ത 18 പന്തുകളിൽ നിന്ന് അറൗണ്ട് 71 റൺസ് സ്കോർ ചെയ്ത്. അത്രയും മോൺസ്ട്രസ് ആയിട്ടുള്ള ഹിറ്റിംഗ് ആയിരുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 5 4 9 സിക്സറും അടക്കമാണ് പട്ടിദാർ 33 പന്തിൽ 93 റൺസ് എടുത്തത്. അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യ നല്ലൊരു ഹാൻഡ് പ്ലേ ചെയ്തു, 28 പന്തിൽ 43. ടിം ഡേവിഡ് കാര്യമായിട്ട് അവസാനം വന്നിട്ട് അറ്റാക്ക് ചെയ്യാനേ പറ്റുമായിരുന്നുള്ളൂ. അവിടെ പ്രസിദ്ധ് കൃഷ്ണയുടെ പന്തിൽ പുറത്തായി 4 റൺസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ. പിന്നെ ജിതേഷ് അത്യാവശ്യം നല്ലൊരു ഫിനിഷിംഗ് തന്നെയാണ് നൽകിയത്. 5 പന്തിൽ ഒരു 4 ഒരു 6 അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ഫിനിഷിംഗ് ആണ്. അങ്ങനെ വന്നപ്പോഴേക്കും 254 എന്ന് പറയുന്ന IPL ചരിത്രത്തിലെ പ്ലേ ഓഫിലെ ഏറ്റവും വലിയ സ്കോറാണ് RCB പോസ്റ്റ് ചെയ്തത്. ആ ഒരു സ്കോർ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ RCBയുടെ വിജയം ഏറെക്കുറെ ഉറപ്പായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പലതവണ സൂചിപ്പിച്ചതുപോലെ GTയുടെ ടെംപ്ലേറ്റിൽ വരുന്ന ഒരു ചേസ് അല്ല. അപ്പോൾ അവർക്ക് അവരുടെ യൂഷ്വൽ സ്റ്റൈലിൽ നിന്ന് വിട്ടുമാറി കളിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ പവർ പ്ലേയിൽ ഒരു ക്ലട്ടർ ഓഫ് വിക്കറ്റ്സ് പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മളിപ്പം GTയുടെ ബോളിങ്ങിനെ പറ്റി പറഞ്ഞിട്ട് അവിടേക്ക് വരാം. GTയുടെ ബോളേഴ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജേസൺ ഹോൾഡർ തന്നെയാണ് പിക്ക് ഓഫ് ദി ബോളർ. 4 ഓവറിൽ 39 റൺസ് വഴങ്ങി 2 വിക്കറ്റ്. പിന്നെ റബാഡ 2 വിക്കറ്റ് ഇട്ടു, പക്ഷേ എക്സ്പെൻസീവ് ആയിരുന്നു. സിറാജ് എക്സ്പെൻസീവ് ആയിരുന്നു. റഷീദ് ഖാൻ 3 ഓവറിൽ 29 റൺസ് മാത്രമേ കൊടുത്തുള്ളൂ. ആദ്യത്തെ 2 ഓവർ 8 റൺസിന് എറിഞ്ഞു മാറിയിട്ട് 3ാമത്തെ ഓവർ വളരെയധികം എക്സ്പെൻസീവ് ആയി പോയി. പ്രസിദ്ധ് കൃഷ്ണ എക്സ്പെൻസീവ് ആയിരുന്നു. 4 ഓവറിൽ 53 റൺസ് കൊടുത്ത 1 വിക്കറ്റ്. അതുപോലെ തന്നെ കുൽവന്ത് കെജ്രോളിയ ആദ്യത്തെ ഓവർ നന്നായിട്ട് എറിഞ്ഞിട്ട് 2ാമത്തെ ഓവറിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മൊമെന്റം ഷിഫ്റ്റ് ചെയ്ത ഓവറായിരുന്നു കെജ്രോളിയുടേത്. ഒരു ഓവർ വേസ്റ്റ് ഹൈറ്റ് നോ ബോൾ വന്നു, അതുപോലെ തന്നെ ഫ്രണ്ട് ഫുട്ട് നോ ബോൾ വന്നു. അങ്ങനെ വന്നപ്പോഴേക്കും ആ ഒരു മൊമെന്റം മൊത്തത്തിൽ RCBയുടെ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തൊരു ഓവർ ആയിപ്പോയി കുൽവന്ത് കെജ്രോളിയുടേത്. പിന്നെ വേറൊരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷീദ് ഖാൻ നല്ല രീതിയിൽ 2 ഓവർ എറിഞ്ഞ് നിൽക്കുമ്പോൾ 3ാമതൊരു ഓവർ കൊടുക്കാതെ പിന്നെ റഷീദ് ഖാനെ അവിടെ യൂസ് ചെയ്യാതിരുന്ന ഒരു മണ്ടത്തരമായി പോയി. പിന്നെ റഷീദ് തിരിച്ചു വന്നപ്പോഴാകട്ടെ അത്യാവശ്യം നന്നായിട്ട് അടി കൊള്ളുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യണം എന്ന് തോന്നി. ഇനി GTയുടെ ചേസിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുദർശൻ നല്ല ടച്ചിൽ തന്നെയാണ് തുടങ്ങിയത്, പക്ഷെ നിർഭാഗ്യകരമായിട്ട് ഔട്ടായി. അതായത് ആ ഒരു മനോഹരമായ ഷോട്ടാണ് ഡഫിക്കെതിരെ ആ ഒരു കട്ട് ഷോട്ട് കളിച്ചത്. പക്ഷേ ബാറ്റ് ബാലൻസ് നിന്നില്ല, ബാറ്റ് വഴുതി സ്റ്റംപിൽ വീണിട്ട് അങ്ങനെ ഹിറ്റ് വിക്കറ്റ് ആയിട്ട് പുറത്താവാനായിരുന്നു സായി സുദർശന്റെ വിധി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു വിക്കറ്റ് ആയിരുന്നു. അതിനുശേഷം ഗില്ലിനെ ഭുവി എക്സലന്റ് ഒരു പന്തിൽ പുറത്താക്കി. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭുവി തന്റെ ആ ഓവർ എറിഞ്ഞു മാറിയത് തന്നെ വളരെ മനോഹരമായിട്ടാണ്. ഇത് സർഫസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. ഇപ്പോൾ പവർ പ്ലേയിൽ തീർച്ചയായിട്ടും കുറച്ച് പേസ് ബോളേഴ്സിന് സ്വിങ് കിട്ടും, എന്നാൽ അതുപോലെ തന്നെ റൺസും വരും. ഇപ്പോൾ ഹൈ ഓൾട്ടിറ്റ്യൂഡാണ്, നന്നായിട്ട് പന്ത് ബൗണ്ടറിയിലേക്ക് പറക്കുന്ന ഒരു സർഫസ് ആണ്. അവിടെ തന്റെ ആദ്യ ഓവറിൽ ഒരു ഫീൽഡ് റെസ്ട്രിക്ഷൻസ് നിലനിൽക്കുമ്പോൾ മനോഹരമായിട്ട് ഭുവി എറിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് വന്ന് ഗില്ലിന്റെ വിക്കറ്റ് കൂടെ വീഴ്ത്തി. പിന്നെ കുറച്ചൊക്കെ ഒരു ഫിയറി ഒരു എക്സ്പ്ലോസീവ് സ്റ്റാർട്ട് കണ്ടത് ബട്ട്ലറാണ്. അപ്പോൾ ഹേസ്ലൂഡിനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ബൗണ്ടറികൾ അടിച്ചിട്ട് ഹേസ്ലൂഡ് റിവഞ്ച് എടുത്തു, ബൗൾഡ് ആക്കിയിട്ട് ബട്ട്ലറിനെ പുറത്താക്കി. ബട്ട്ലർ 11 പന്തിൽ 29 റൺസ് എടുത്തു. പിന്നീട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്കൂൾ വിട്ട പോലെയാണ് പവർ പ്ലേയിൽ വിക്കറ്റ് പോയിക്കൊണ്ടിരുന്നത്. അവരുടെ പവർ പ്ലേയിൽ അവർക്ക് 5 വിക്കറ്റ് ആണ് നഷ്ടപ്പെട്ടത്. ഒരു 51 റൺസ് എടുക്കുമ്പോഴേക്കും 5 വിക്കറ്റ് നഷ്ടപ്പെട്ടു. പിന്നീട് ബാക്കി 5 വിക്കറ്റ് ബാക്കി. പിന്നെ ഒരു 14 ഓവറിൽ അറൗണ്ട് 200 മേളിൽ സ്കോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ടാസ്ക് ആണ്. അവിടെ തെവാത്യ അത്യാവശ്യം ശ്രമിച്ചു, തന്റേതായ രീതിയിൽ ഒരു ഫൈറ്റിംഗ് ആയിട്ടുള്ള, അതായത് തോൽവി ഭാരം കുറയ്ക്കാനായിട്ട് തെവാത്യക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യമാണ്. 92 റൺ തന്നെ ഒരു മാസീവായിട്ടുള്ള വിക്ടറിയാണ്. ബട്ട് സ്റ്റിൽ തെവാത്യയുടെ ഇന്നിംഗ്സ് ഇല്ലായിരുന്നെങ്കിൽ ഒരു 140-150 റൺസിന് GT തോൽക്കേണ്ട ഗെയിമായിരുന്നു. അത് ആ ഒരു തോൽവിഭാരം കുറച്ചു നല്ലൊരു ഇന്നിംഗ്സ് തന്നെയായിരുന്നു. 43 പന്തിൽ 68 റൺസാണ് തെവാത്യ എടുത്തത്. നമ്മൾ ബോളിംഗ് നോക്കി കഴിഞ്ഞാൽ ഭുവി തന്നെയാണ് പിക്ക് ഓഫ് ദി ബോളർ. ഇപ്പോൾ ഡഫിക്ക് 3 വിക്കറ്റ് ഉണ്ടെങ്കിലും എൻ്റെ പിക്ക് ഓഫ് ദി ബോളർ നമ്മുടെ ഭുവി തന്നെയാണ്. 4 ഓവറിൽ 28 റൺസ് വേണമെങ്കിൽ 2 വിക്കറ്റ്. പിന്നെ ഡഫി 4 ഓവറിൽ 39 റൺസ് വഴങ്ങി 3 വിക്കറ്റ് എടുത്തു. ഹേസ്ലൂഡ് 39 റൺസ് വഴങ്ങി 1 വിക്കറ്റ് എടുത്തു. അതുപോലെ തന്നെ റാസിഖ് ദാർ നന്നായിട്ട് പന്തെറിഞ്ഞു. റാസിഖ് ദാറിന്റെ IPL കരിയറിൽ അതിന്റെ ബെസ്റ്റ് സീസൺ ആയിട്ട് മാറിയിട്ടുണ്ട്. 3 ഓവറിൽ 24 റൺസ് വഴങ്ങി 2 വിക്കറ്റ്. കൃണാൽ പാണ്ഡ്യയും 16 റൺസ് വഴങ്ങി 2 വിക്കറ്റ് എടുത്തു. അതുപോലെ ഷെപ്പേർഡ് വന്നു, ഒരു ഓവർ എറിഞ്ഞു, എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് RCBയുടെ ആ ഒരു ബോളിംഗ് ചാർട്ട് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു ടെറിഫിക് വിന്നാണ്. ബാക്ക് ടു ബാക്ക് ഫൈനൽസ് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചെറിയ കാര്യമല്ല. അതും അത്രയും ഡോമിനേറ്റിംഗ് ആയിട്ടാണ് RCB വിജയിച്ച് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പോൾ RCBയെ സംബന്ധിച്ച് ഒരു 18 വർഷത്തെ കാത്തിരിപ്പാണ് കഴിഞ്ഞ സീസണിൽ അവസാനിച്ചത്. ഇപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം ഇങ്ങനെ
കിരീടത്തിനായിട്ട് ഇങ്ങനെ എന്താണ് ഒരുപാട് നാളുകൾ വെയിറ്റ് ചെയ്തിരുന്ന ടീമിന് കിരീടം കിട്ടിക്കഴിയുമ്പോൾ അവരും എന്താണ് ഫ്രീ ആവും, അതായത് മൈൻഡ് ഫ്രീ ആവും. ഇനിയിപ്പോൾ എന്താണ് കിരീടം ഇല്ലല്ലോ, അതായത് ഇത്രയും വർഷം കളിച്ചു, അത് പ്രത്യേകിച്ച് കുറെ സ്റ്റാർ പ്ലേയേഴ്സ് ഉണ്ടായിരുന്ന RCB പോലൊരു ടീം എന്ന് പറയുന്നത് 2016 കയ്യെത്തും ദൂരം നഷ്ടപ്പെട്ട കിരീടമാണ്. അപ്പം ഇങ്ങനെ ഇയർ ആഫ്റ്റർ ഇയർ കിരീടം ഇല്ലാതെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മുകളിൽ ഒരു മോണുമെന്റൽ പ്രഷർ ഉണ്ടായിരിക്കും. എന്നാൽ കഴിഞ്ഞ സീസണിൽ കിരീടം നേടിയതോടെ ആ ഒരു പ്രഷർ അവരിൽ നിന്ന് വിട്ടുപോയി. ഇനിയിപ്പോൾ അവർക്ക് ആ ഒരു എന്താണ് മങ്കി ബിഹൈൻഡ് ദ ബാക്ക് എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയുക. അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാതെ തന്നെ ഫ്രീ ആയിട്ട് കളിക്കാൻ സാധിക്കും. പിന്നെ RCB മാനേജ്മെന്റ് ടോപ്പ് നോച്ചാണ്. ആൻഡി ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ കോച്ച് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ കിരീടങ്ങൾ നേടിയിട്ടുള്ള, അതായത് തന്റെ ടീമിനെ വിജയങ്ങളിലേക്ക് നയിച്ചത്, അത് ഡൊമസ്റ്റിക് ആയിക്കോട്ടെ ഇന്റർനാഷണൽ ആയിക്കോട്ടെ, അതിപ്പോൾ ടെസ്റ്റ് ആയാലും അതുപോലെ തന്നെ ലിമിറ്റഡ് ഓവേഴ്സ് ആയാലും എവിടെയൊക്കെ താൻ കോച്ച് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചുള്ള ഒരു കോച്ചാണ്. എന്താണ് ബെസ്റ്റ് കോച്ച് എവർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മോഹബറ്റ് ആയാലും പിന്നെ DK ആയാലും ഒക്കെ നല്ലൊരു ടെറിഫിക് മാനേജ്മെന്റ് ആണ്. അവർ ആ പ്ലേയേഴ്സിനെ ബാക്ക് ചെയ്യുന്ന രീതിയൊക്കെ പ്രശംസനീയമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഫൈനൽസ് എത്താനായിട്ട് സാധിച്ചത്. അതും ഡോമിനന്റ് ആയിട്ട് പോയിന്റ്സ് ടേബിൾ 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുക, ക്വാളിഫയർ 1ൽ തന്നെ ഫൈനലിലേക്ക് എത്തുക. അപ്പോൾ കഴിഞ്ഞ സീസണിൽ അവർ കിരീടം നേടിയ അതേ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ആ ഒരു കിരീടം നിലനിർത്താനുള്ള ഒരു അവസരമാണ് RCBക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ GT സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ശരിക്കും പറയാലോ, RCB ബാറ്റേഴ്സ് നന്നായിട്ട് തന്നെ കളിച്ചു. ഇവിടെ ഇവരുടെ ഫീൽഡിംഗ് ഇംപ്രൂവ് ചെയ്യണമായിരുന്നു. ഇപ്പോൾ ഒരു ബാറ്റിംഗ് സർഫസിൽ, അതായത് ബാറ്റിങ്ങിനെ അത്രയും പിന്തുണയ്ക്കുന്ന സർഫസിൽ RCB പോലൊരു എക്സ്പ്ലോസീവ് ബാറ്റിംഗ് ലൈനപ്പിനെതിരെ പന്തെറിയുമ്പോൾ തീർച്ചയായിട്ടും ഫീൽഡിന്റെ സപ്പോർട്ട് വേണം. ഇവിടെ ആ ഒരു പടിതാറിന് ക്യാച്ച് 20ൽ പിടിച്ചിരുന്നെങ്കിൽ അവിടെ അത്രയും വലിയൊരു സ്കോർ കയറുമായിരുന്നില്ല. പക്ഷെ അവിടെ മൾട്ടിപ്പിൾ ക്യാച്ചസ് കളഞ്ഞു, അതുപോലെ ഔട്ട് ഫീൽഡിൽ ബൗണ്ടറികൾ കളഞ്ഞു. അങ്ങനെ ഒരു വേഴ്സ്റ്റ് ഡേ ഇൻ ദ ഫീൽഡ് ആയിരുന്നു. ഈ സീസണിൽ പൊതുവെ മിക്കവാറുള്ള ടീമുകളുടെ എല്ലാം ഫീൽഡിംഗ് നിലവാരം എന്ന് പറയുന്നത് താഴോട്ടാണ് പോകുന്നത്. പിന്നെ ക്വാളിഫയർ പോലെ ഒരു ഇവന്റിൽ അതും RCB പോലൊരു ടോപ്പ് ടീമിനെതിരെ കളിക്കുമ്പോൾ ആ ഒരു ഫീൽഡിൽ ടോപ്പ് നോച്ച് ആയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് റിസൾട്ടിനെ തന്നെ ബാധിക്കും. അത് ബാധിച്ചു എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഫീൽഡിംഗ് ഇംപ്രൂവ് ചെയ്യുക. പിന്നെ അടുത്ത മത്സരം എന്ന് പറയുന്നത് മുള്ളൻപൂരിലാണ്. SRH വേഴ്സസ് RR വിജയിയാണ് GT നേരിടുക. അതിൽ ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ ഹോം ടർഫിൽ RCBക്കെതിരെ കളിക്കാനുള്ള അവസരം അവരെ തേടിയെത്തും. തീർച്ചയായിട്ടും ഒരു ഷോട്ട് കൂടി അവർക്കുണ്ട്. ഇന്നത്തെ ദിവസം മറന്നു കളഞ്ഞിട്ട് കളിക്കുകയായിരിക്കും അവർക്ക് വേണ്ടത്. പിന്നെ ഇന്ന് പടിതാറിന്റെ കാര്യം ഞാൻ എടുത്ത് സൂചിപ്പിക്കാൻ വിട്ടുപോയി. പടിതാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സലന്റ്, ഒരു ടെറിഫിക് പ്ലെയർ ആണ്. ഇപ്പോൾ എപ്പോഴും സ്പിൻ ഹിറ്റർ ആയിട്ടാണ് നമ്മൾ പടിതാറിനെ ലേബൽ ചെയ്യുന്നത്. പക്ഷേ പേസിനെതിരെയും ഇക്വലന്റ് ആയിട്ട് അത്രയും മനോഹരമായിട്ട് കളിക്കുന്ന പ്ലെയർ ആണ് രജിത് പടിതാർ എന്ന് പറയുന്നത്. ഇപ്പോൾ പടിതാറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രിഗർ മൂവ്മെന്റ്സിനെ പറ്റി നമ്മൾ പറയും. പക്ഷേ പടിതാർ അങ്ങനെ കാര്യമായിട്ടുള്ള ട്രിഗർ മൂവ്മെന്റ്സ് ഇല്ല. അത് ആ ഒരു ക്രീസിൽ സോ സ്റ്റില്ലാണ്. അതായത് രണ്ട് വശങ്ങളിലേക്കും ഒരുപോലെ കളിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു റബാദക്കെതിരെ ആ ഒരു കവറിലടിച്ച് 6 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടെറിഫിക് ഷോട്ടാണ്. അപ്പോൾ ഒരെണ്ണം ആ ഒരു ലെഗ് സൈഡിൽ അടിച്ചിട്ട് തൊട്ടടുത്ത പന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫിൽ കവറിന് മുകളിൽ കൂടെ പറക്കുകയാണ്. ഇപ്പോൾ കവറിന് മുകളിൽ കൂടെ 6 അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, സ്പിന്നിനെതിരെ മാത്രമല്ല പേസിനെതിരെയും മോൺസ്ട്രസ് ആയിട്ട് ഹിറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് പടിതാർ എന്ന് പറയുന്നത്. ഇപ്പോൾ ചില അവസരം ആ ഒരു ഷോർട്ട് ഹൈറ്റ് കൊണ്ട് ചില സമയങ്ങളിൽ ആ ഒരു പുൾ ഷോട്ട് കളിക്കുമ്പോൾ അല്പം ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ചിലപ്പോൾ എഡ്ജ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അതൊരു പ്രശ്നമല്ല. നമ്മളിപ്പോൾ ആ ഒരു ഷോർട്ട് ബോൾസിൽ പടിതാറിന് സ്ട്രൈക്ക് റേറ്റ് എടുത്താലും സ്ട്രൈക്ക് റേറ്റ് ഹൈ ആണ്. അപ്പോൾ ഒരു ഡേഞ്ചർ ഉണ്ട്. ചില സമയത്ത് പ്രോപ്പർ അല്ലെങ്കിൽ എഡ്ജ് ചെയ്യാനുള്ള സാധ്യത ഒഴിച്ചു കഴിഞ്ഞാൽ എക്സലന്റ് ആയിട്ട് പേസിനെതിരെ വളരെ മനോഹരമായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് രജിത് പടിതാർ. ഇപ്പോൾ പ്ലേ ഓഫിൽ പടിതാറിന്റെ ആ ഒരു പെർഫോമൻസ് നോക്കിയാലും അത് നമുക്കറിയാം. ആ ഒരു രജിത് പടിതാർ തന്റെ വരവ് അറിയിച്ചത് ആ ഒരു എലിമിനേറ്ററിൽ LSGക്കെതിരെ കളിച്ചുകൊണ്ടാണ്. ഒരു മനോഹരമായിട്ടുള്ള സെഞ്ചുറി നേടിക്കൊണ്ടാണ് പടിതാർ RCBയിൽ തന്റെ ആ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചത്. പിന്നീട് ഇപ്പോൾ അടുത്തൊരു പ്ലേ ഓഫിൽ വളരെ മനോഹരമായിട്ട് തന്റെ ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ച ഒരു ഇന്നിംഗ്സ് ക്യാപ്റ്റൻ എന്ന നിലയിൽ രജിത് പടിതാറിനെ കളിക്കാനായി വെൽ ഡിസേർവ്ഡ് ആയിട്ടുള്ള മാൻ ഓഫ് ദ മാച്ച് തന്നെയാണ്. അപ്പോൾ RCB തീർച്ചയായിട്ടും കിരീടം നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കും അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലേക്ക് എത്തുക. അപ്പോൾ ഇനി എലിമിനേറ്റഡ് ടൈമാണ്. SRH RR മത്സരത്തിലെ വിജയിക്ക് എന്തായാലും GTയെ നേരിടാം. അത് കഴിഞ്ഞിട്ട് ആ ഒരു മത്സരത്തിൽ ആരായിരിക്കും ജയിക്കുക, അവരാണ് RCBയുടെ എതിരാളികളായിട്ട് എത്തുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മത്സരത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.